ഭരണപ്രതിപക്ഷ വാഗ്വാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനം 4-ാം ദിവസത്തിലേക്ക്. സംസ്ഥാനത്തെ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കും. വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ഇന്നും ഒരു വിഷയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. അതായത് സഭ ഇന്നും പ്രക്ഷുബ്ധമാകും, അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും ഇന്ന് 4-ാം ദിനമാണ് നിയമസഭ ആരംഭിച്ചിട്ട്. ഈ 4-ാം ദിനവും അടിയന്തര പ്രമേയമായി ചില വിഷയങ്ങൾ, നിർണായകമായിട്ടുള്ള വിഷയങ്ങൾ സഭയിലെത്തിക്കാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്തും ഓണത്തിന് മുൻപുമൊക്കെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങൾക്ക്, ഭക്ഷ്യസാധനങ്ങൾക്ക് വില കൂടിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ജനങ്ങളെ അത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം അത് സഭ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസായി നൽകാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും അടിയന്തര പ്രമേയം നൽകിയ വിഷയങ്ങൾ അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാമെന്ന് ഔദ്യോഗികമായി തീരുമാനിക്കുകയായിരുന്നു. സമാനമായ സാഹചര്യം ഇന്നും ഉണ്ടാകാനുള്ള സാഹചര്യം തന്നെയാണ് നിയമസഭയിൽ നിന്ന് നമുക്ക് നൽകാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ സഭ 3 ദിവസങ്ങളിലും 2 ദിവസങ്ങളിലും നടന്നത് അത്തരത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഈ പണപ്പെരുപ്പം അടക്കമുള്ള വിഷയം. ഭരണപ്രതിപക്ഷ വാഗ്വാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനം 4-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വിലക്കയറ്റം വിഷയമാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അതേസമയം സഭ ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. MLA-മാരുടെ സത്യഗ്രഹം അവിടെ തുടരുന്നുണ്ട്. ശാലിനി, തുടരാം. പോലെ തന്നെ ഒരു ഭാഗത്ത് MLA-മാരുടെ പ്രതിഷേധം, പ്രതിപക്ഷ MLA-മാരുടെ പ്രതിഷേധം സഭയ്ക്ക് പുറത്ത് തുടരുകയാണ്. 2 MLA-മാരുടെ സത്യാഗ്രഹം, അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുന്നു. പ്രത്യേകിച്ച് ഈ പോലീസ് അതിക്രമങ്ങളിൽ കൃത്യമായ നടപടികൾ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നില്ല, സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സഭാ കാലയളവിൽ അടിയന്തര സത്യാഗ്രഹ സമരം പ്രതിപക്ഷ MLA-മാർ നടത്തുന്നത്. സഭയ്ക്കകത്തും ശക്തമായ പ്രതിഷേധങ്ങൾക്കും ഒപ്പം തന്നെ വാഗ്വാദങ്ങൾക്കും ഒക്കെ കളമൊരുങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഇന്നും അടിയന്തര പ്രമേയമായി എത്തുന്ന വിഷയം അത് തന്നെയാണ്. വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റം അത് കാര്യമായി തന്നെ ജനങ്ങളെ വലയ്ക്കുന്നുണ്ട്, പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് വിഷയം അടിയന്തര പ്രമേയ നോട്ടീസായി ഇന്ന് സഭയിലേക്ക് എത്തിക്കുന്നത്. അടിയന്തര പ്രമേയത്തിന് ഇന്നും അനുമതി നൽകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. കഴിഞ്ഞ 2 ദിവസം വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചതിലും 2 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് സഭയിൽ സ്പീക്കർ അനുമതി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നും ഒരു പക്ഷേ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ സഭയുടെ അകത്തളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ അനിയന്ത്രിതമായ പണപ്പെരുപ്പം അടക്കമുള്ള വിഷയം സഭയിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നുണ്ട്. അത് ചർച്ചയാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കൂടാതെ സാമ്പത്തിക തകർച്ചയും പിന്നോക്ക സംവരണ വിഭാഗങ്ങളുടെ തൊഴിൽ വിഭാഗങ്ങളിലെയും വിദ്യാഭ്യാസ മേഖലകളിലെ പ്രാതിനിധ്യം സംബന്ധിച്ച കണക്കെടുപ്പ് നടത്തണമെന്നൊരു ആവശ്യം കൂടി ശ്രദ്ധ ക്ഷണിക്കലായി ഈ സഭയിൽ ഇന്ന് പ്രതിപക്ഷം കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭ ആരംഭിച്ച ആദ്യ ദിനം സഭയിലേക്ക് എത്തിയെങ്കിലും പിന്നീട് 2 ദിവസവും സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം ശബരിമല സന്ദർശനമൊക്കെ നടത്തി ഇന്ന് മടങ്ങിയെത്തുമെന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ കൂടി സഭയിലേക്ക് എത്തുമോ? രാഹുൽ പ്രതിപക്ഷ നിരയിലേക്ക് എത്തുകയാണെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. എന്തായാലും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിനും ഒപ്പം തന്നെ വിശദമായ ചർച്ചയ്ക്കും ഒക്കെയാണ് നിയമസഭയുടെ അകത്തളം ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒക്ടോബർ 10 വരെയാണ് സഭാ സമ്മേളനം നീണ്ടു നിൽക്കുന്നത്. ഈ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഒരു ഇടവേളയ്ക്ക് ശേഷമായിരിക്കും വീണ്ടും 2ാം ഘട്ടം സഭ ചേരുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ സഭ നിർത്തിവെച്ച് അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകുകയാണെങ്കിൽ വീണ്ടും ഒരു ചർച്ചയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം തന്നെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും വിമർശനങ്ങൾ നടത്തുകയും അത് വാക്പോരിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഇന്ന് സഭയ്ക്കകത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളും തെളിയുന്നുണ്ട്. കൃഷ്ണരാജ്, ഭരണപ്രതിപക്ഷ വാഗ്വാദങ്ങൾക്കിടെ നിയമസഭ 4-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വിലക്കയറ്റം ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.